ഹജ്ജ് കഴിഞ്ഞ് അവസാന സംഘം മലയാളി ഹാജിമാരും മക്കയോട് വിട പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 മാസത്തോളം നീണ്ട സേവന പ്രവർത്തനങ്ങൾ ഇതോടെ അവസാനിപ്പിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകർ. വിട പറയുമ്പോൾ 2 കൂട്ടർക്കും ഒരുപോലെ പറയാനുണ്ട്. അവസാന മലയാളി ഹാജിയും മക്കയോട് വിട പറഞ്ഞു. മദീന വഴി നാട്ടിലേക്ക് മടങ്ങുകയാണ് ഓരോരുത്തരും. ഓരോ ഹജ്ജ് അവസാനിക്കുമ്പോഴും തീർത്ഥാടകർക്ക് മറക്കാനാവാത്ത 1000 ഓർമ്മകളാണ് ബാക്കിയാവുന്നത്. മലയാളി ഹാജിമാർ അതിലേറെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ് മലയാളി സന്നദ്ധ സേവകരുടെ സേവന കഥകൾ. വളണ്ടിയർ സംഘങ്ങൾക്കും ഈ ഹജ്ജ് കാലത്തെക്കുറിച്ച് പറയാനുണ്ട്. ഏകദേശം വളരെ ചൂടേറിയ ഒരു സാഹചര്യത്തിലുള്ള അന്തരീക്ഷത്തിലുള്ള കാലാവസ്ഥയിലുള്ള ഒരു ഹജ്ജായിരുന്നു നടന്നിരുന്നത് തന്നെ വളരെ പ്രയാസം വോളണ്ടിയർമാർക്കും ഹാജിമാർക്കും ഇത്തവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ മക്ക KM സെൻട്രൽ കമ്മിറ്റിക്കുള്ള ഹജ്ജ് സെല്ലിന് കീഴിൽ ഹാജിമാർ മക്കയിൽ ഇറങ്ങിയത് മുതൽ നമ്മൾ അവരുടെ കൂടെ ഭക്ഷണം നൽകിയും അവർക്ക് വേണ്ട വൈദ്യസഹായം നൽകിയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നിടത്തൊക്കെ KMCCയുടെ വോളണ്ടിയർമാരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉറപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. നാടും വീടും വിട്ട് എല്ലാം ദൈവത്തിൽ ഭരമേൽപ്പിച്ച് ജന്മം നൽകിയ നാഥനിലേക്കുള്ള തീർത്ഥയാത്രയാണ് ഹജ്ജ്. 1000 കാതമകലയിലേക്കുള്ള യാത്ര. ഭൂരിഭാഗം ഹാജിമാർക്കും ഇത് ആദ്യത്തെ ദീർഘദൂര യാത്രയാണ്. പുതിയ നാടും പുതിയ കാഴ്ചകളും അറിയാത്ത ഭാഷയും രുചിക്കാത്ത ഭക്ഷണവും എല്ലാം വ്യത്യസ്തമാണ്. സ്വന്തമായി ബന്ധുക്കളോ ഉറ്റവരോ ഇല്ലാത്ത പുണ്യദേശത്ത് ഏറെ ആശങ്കയോടെയാണ് ഓരോ ഹാജിയും കാലുകുത്തുന്നത്. അതെല്ലാം ഇല്ലാതാക്കാനാണ് വ്യത്യസ്ത നിറങ്ങളിലുള്ള നിരവധി കൂട്ടങ്ങൾ ഇവർക്ക് ചുറ്റുമായി എത്തുന്നത്. ഹാജിമാർ നമ്മുടെ പ്രവർത്തനത്തിൽ കണ്ട അവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 30 ബെഡഡ് ഹോസ്പിറ്റലുണ്ട്, 40 ബെഡഡ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ അവരുടെ ഡിസ്പെൻസറികളിലുണ്ട്. അവിടെയൊക്കെ ഹിന്ദിക്കാരായ ആളുകളാണ് ഫാർമസി മെഡിക്കേഷൻ എടുത്തു കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഏത് ഗുളികയാണ്, ഏത് മെഡിക്കേഷൻ ഏത് സമയത്താണ് കഴിക്കേണ്ടത് എന്ന് അവർ എഴുതി കൊടുക്കുന്നില്ല. അപ്പോൾ പ്രധാനമായും അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത് ആ ഫാർമസിയിൽ പോയി തിരിച്ചു വരുന്ന ഹാജിമാർക്ക്, ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റിയിലായതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫുകളും മെഡിക്കൽ സ്റ്റാഫുകളും ഉണ്ടായതുകൊണ്ട് ഇത്തരത്തിൽ ഏത് ഗുളികകളാണ് ഏത് സമയത്ത് കഴിക്കണം, OD ആണോ BD ആണോ TID ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൽ അവർക്ക് വളരെ ആശ്വാസകരമായിരുന്നു. സ്വന്തം ബന്ധുക്കളെപ്പോലെ ഓരോ അള്ളാഹുവിന്റെ അതിഥിയെയും അവർ സ്വീകരിക്കുന്നു. കേരളത്തിലെ വ്യത്യസ്ത മതരാഷ്ട്രീയ സംഘടനകളുടെ ഘടകങ്ങളാണ് വ്യത്യസ്ത പേരുകളിലും നിറങ്ങളിലും മക്കയിൽ വളണ്ടിയർ സേവനം നടത്തിവരുന്നത്. കുറേ ഹാജിമാരെല്ലാവരും മദീന സന്ദർശനം കഴിഞ്ഞ് അവർ നാട്ടിൽ എത്തിയിട്ടുണ്ട്. ഈ വർഷം അൽഹംദുലില്ലാഹ് വളരെ നല്ല സേവന പ്രവർത്തനമാണ് ഇവിടെയുള്ള സന്നദ്ധ സംഘടനകൾക്ക്. ഞങ്ങൾ തനിമ എന്ന സംഘടനയുടെ ഭാഗമാണ്. ഞങ്ങൾക്ക് പ്രാവശ്യം നുസ്ക് കാർഡ്, അതായത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടിയുള്ള പ്രിൻ്റഡ് നുസ്ക് കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ മിനയിലും അറഫയിലും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിച്ചു. എല്ലാ സംഘടനാ വളണ്ടിയർമാർക്കും ഒരു നുസ്ക് കാർഡ് കിട്ടുമ്പോഴാണ് വളരെ നന്നായിട്ട് സേവന പ്രവർത്തനങ്ങൾ നന്നായിട്ട് ചെയ്യാൻ സാധിക്കുക. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ എല്ലാ പോരായ്മകളും അപ്പുറം നന്നായിട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. കേരളത്തിൽ നിന്നും ഹജ്ജിനെത്തുന്ന ഭൂരിഭാഗം ഹാജിമാരും പ്രായമേറിയവരാണ്. നമ്മൾ ഫ്രൈഡേ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. വിക്കാൻ്റെ കീഴിൽ എല്ലാ പ്രവർത്തനങ്ങളും വേണ്ടി ഫ്രൈഡേ ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഹാജിമാർ, ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് കുദായി പാർക്കിൽ നിന്ന് ഞങ്ങൾ അവിടെയാണ് വോളണ്ടിയേഴ്സ് ചെയ്യുന്നുള്ളത്. അവിടുന്ന് അറമിലേക്ക് പോകാനും അതുപോലെ തിരിച്ച് അസീദിലേക്ക് ഏതെല്ലാം ബസ്സിലേക്ക് പോകണം, അതുപോലെ അതിലേക്കെല്ലാം കയറ്റി വിടാനും, അതുപോലെ നല്ല ചൂട് സമയത്ത് അവർക്ക് വേണ്ടി ചെരുപ്പുകളും അതുപോലെ വെള്ളം, അതുപോലെ അവർക്കുള്ള ഭക്ഷണം അടക്കം വിക്കാൻ്റെ കയ്യിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അവസാന ജുമാ ദിവസം പോലും ഞങ്ങൾ അവസാന ഹാജിമാർക്ക് വേണ്ടിയിട്ടും ഖിദ്മത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു വോളണ്ടിയേഴ്സിൻ്റെ കയ്യിൽ. ഹറമിലേക്കും തിരിച്ചുമെല്ലാം ഇവരുടെ സേവനമുണ്ടായിരുന്നു. മക്ക YCC സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു മികവുറ്റ കോർഡിനേഷനായിരുന്നു. ഇവിടെ ഒരുപാട് മലയാളി ഹാജിമാർ വന്ന ഒരു വർഷം കൂടിയായിരുന്നു ഇപ്രാവശ്യം. അത് ഹാജിമാർ ഹസീസിയയിൽ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് അൽ നസീമിലും അതുപോലെ തന്നെ പല മേഖലകളിലും ഹാജിമാരുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കെല്ലാം എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു കോർഡിനേഷൻ ടീം എല്ലാ മേഖലയിലും സഞ്ചരിച്ച് അവിടെല്ലാം എത്തിപ്പെട്ട് അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്ത് ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. അതേപോലെ തന്നെ അവസാനം പോകുന്ന ഹാജിമാർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ കൊച്ചു കുട്ടികൾ വരെ സജീവമായിട്ട് ഇറങ്ങി എന്നുള്ളത് നമുക്ക് ഏറ്റവും വിജയകരമായിട്ടുള്ള ഒന്ന് തന്നെയാണ്.
OICC മക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം വരെ എത്രത്തോളം നമ്മൾ ചെയ്തു അതിലൊരു എത്ര വലിയ ഒരു വിജയമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ കോർഡിനേഷൻ കാര്യങ്ങളിലൂടെ ചെയ്തത്. താങ്ങായും വഴികാട്ടിയായും വളണ്ടിയർമാർ കൂടെ നിന്നു. ആരോഗ്യ പ്രയാസങ്ങളുള്ളവർക്ക് പ്രത്യേകമായിരുന്നു സേവനങ്ങൾ. 9-ാം തീയതി ഇവിടെ എത്തുമ്പം മറ്റ് ആദ്യം വന്ന ഗ്രൂപ്പുകാർ ധാരാളം പല ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ര കൂടുതൽ ടീമൊന്നും വന്നില്ലെങ്കിലും തനിമ അന്ന് ഞങ്ങളിവിടെ അന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തനിമ ഉണ്ടായിരുന്നു. അതുപോലെ KMCC OICC എപ്പോഴും കൂടുതൽ ഈ റൂമുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ 146 പേരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കോഴിക്കോട് നിന്ന് വന്നവർ, അതിനുശേഷം കണ്ണൂരിൽ നിന്ന് വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അവർക്കെല്ലാം തനിമേൻ്റെ സഹായമാണ് ഇപ്പം കിട്ടുക. മറ്റുള്ളവരൊക്കെ ഹജ്ജിൻ്റെ തിരക്കായതോടുകൂടി കുറേയൊക്കെ അങ്ങോട്ട് പല ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടാവാം. തനിമയും OICC ആണ് കാര്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഹജ്ജ് പ്രദേശങ്ങളിലേക്ക് ഇത്തവണ കർശനമായ നിയന്ത്രണമുണ്ടായിരുന്നു. സ്നേഹവും കാരുണ്യവും അതിനെയെല്ലാം മറികടന്ന് ഓടിയെത്തി. ഹജ്ജിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മലയാളികൾക്ക് നല്ല, പക്ഷേ മലയാളികളായ നമ്മളെ സന്നദ്ധ സംഘടനകളാണ് ഏറ്റവും കൂടുതൽ ഹജ്ജിൻ്റെ വേളയിൽ മിനയിലും അറഫയിലും മുസ്തലിഫയിലും ജംറാത്തുകളിലൊക്കെ സഹായത്തിന് ഉണ്ടായത്. അത് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ പുറത്തിൻ്റെ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര കണ്ട അവിടുത്തെക്കാർക്കും പാടെ നമ്മളെ കേരളത്തിലെ സന്നദ്ധ സംഘടനകൾ നല്ലൊരു മാതൃകയാണ്. കാരണം നമ്മളെ കേരളത്തിലെ സംഘടനകളുടെ കഞ്ഞി വിതരണം, അതേമാതിരി വേറുള്ള സംഘടന, അതായത് വഴിയറിയാതെ അവിടെയും ഇവിടെയൊക്കെ വഴിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ കാർഡും നോക്കിയിട്ട് തമ്പുകളിലൊക്കെ എത്താനും അത് സഹായിച്ചു. അപ്പോൾ ശരിക്ക് നമ്മളെ കേരളത്തിൽ നിറയെ സന്നദ്ധ സംഘടനകളുണ്ട്, എല്ലാവരും അറിയുന്നതും ഒക്കെയാണ്. പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്കാണ് വലിയ ഉപകാരമായിട്ട് നമ്മളെ ഇത് മാറിയത്. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും കഞ്ഞി എന്ന് പറയാൻ, ഒരു കഞ്ചി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് അവരൊക്കെ. കാരണം നമ്മളെ കേരളക്കാരെ സംബന്ധിച്ച് കേരളക്കാരെ തന്നെ മൊത്തം ഒരു ഇമേജ് കൂടാനാണ് നമ്മളെ ഈ സന്നദ്ധ സംഘടനകൾ കൊണ്ട് ഹജ്ജിൻ്റെ വേളയിൽ സാധിച്ചത്. അതിനൊക്കെ ഹജ്ജിൻ്റെ വേളയിൽ ശരിക്കൊരു മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഘടകമായിട്ട് എന്തുണ്ട്, നമ്മളെ സന്നദ്ധ സംഘടനകൾ മാറിയിട്ടുണ്ട്. ഏതായാലും അവർക്കൊക്കെ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജോലികളിലും വീടുകളിലൊക്കെ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഹാജിമാർ വന്നത് മുതൽ 60 ദിനത്തോളം നീണ്ടു നിൽക്കും മക്കയിലെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ. ഓരോ ദിവസവും നേരം പുലരുന്നതോടെ ഹാജിമാരുടെ പ്രയാസങ്ങൾ നീക്കാനാണ് ഇവർ കുടുംബസമേതം ഓടിയെത്തുന്നത്. ഇപ്രാവശ്യത്തെ ഹജ്ജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നവോദയയുടെ ഒരു ആരോഗ്യവേദി ഇവിടെയുള്ളത്. അപ്പം നമ്മളുടെ സ്ത്രീ വോളണ്ടിയർമാരുടെ എണ്ണം കുറവാണെങ്കിലും ഉള്ള എല്ലാ ആൾക്കാരെയും അണിനിരത്തിക്കൊണ്ട് നമ്മളുടെ ഒരു ഹാജിയുടെ എല്ലാ ആവശ്യങ്ങളും ഇവിടെ വന്നിട്ടുള്ള അവർക്ക് ശാരീരികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളുടെ നവോദയ പ്രവർത്തകർ രാപ്പകലില്ലാതെ കൂടെയുണ്ട്. ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ഇവിടെ എത്തുന്ന ഹാജിമാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ വോളണ്ടിയർമാർ എല്ലാ ബസ് സ്റ്റോപ്പിലും നിന്നിട്ട് അവർക്ക് വഴികാട്ടുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള പാനീയങ്ങൾ നൽകുകയും അതുപോലെ മഹറമില്ലാതെ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ നമ്മുടെ സ്ത്രീ വോളണ്ടിയർമാരും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ ജിദ്ദ നവോദയയുടെ കീഴിൽ എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചു വരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന വളണ്ടിയർ സംഘങ്ങളെ കാണുമ്പോൾ നാട്ടിലെത്തിയ പ്രതീതിയാണ് ഓരോ ഹാജിക്കും. ഞാൻ വൈഫ് ഇപ്രാവശ്യം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിൻ്റെ കീഴിൽ ഇവിടെ വന്നതാണ് ഹജ്ജ് ചെയ്യാൻ. അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു 2 മാസം. അപ്പോൾ ഞങ്ങളൊരു ടെൻഷനിലായിരുന്നു വന്നപ്പോൾ. കാരണം ഇവിടെ അതിന് വേണ്ട സപ്പോർട്ട് കിട്ടുമോ, ഇങ്ങനെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ ടെൻഷനൊക്കെ മാറി. കാരണം ഇവിടെ എല്ലാ സൈഡിൽ നിന്നും ഇപ്പോൾ മെഡിക്കൽ സൈഡായിട്ടൊരു സപ്പോർട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ മെഡിക്കൽ ടീമുണ്ട്. എന്ത് പ്രയാസം ഉണ്ടായാലും അവരെ സപ്പോർട്ട് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ പല സന്നദ്ധ സംഘടനകളും നമുക്ക് പല നേരത്തും എന്താ പറയുക അപ്രതീക്ഷിതമായി പല സഹായങ്ങളും ഭക്ഷണങ്ങളും ഈവൻ ഗിഫ്റ്റുകളും എല്ലാം കൊണ്ടെത്തിച്ച് തരുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് തനിമ എന്നൊരു സംഘടന. പിന്നെ വേറെ പല സംഘടനകളും KMCC, OICC ഇങ്ങനെ പല സംഘടനകളും ഇവിടെ അവരുടെ പ്രവർത്തനം സ്തുത്യർഹമാണ്. നമ്മൾ വളരെ കടപ്പെട്ടിരിക്കും അവരോട്. കാരണം അവർ
ഒരുവിധം എല്ലാ ദിവസങ്ങളിലും അവരിവിടെ വന്ന് നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് എത്തിച്ചു തരുന്നു. ഇങ്ങനെ പല സഹായങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. നാട്ടിലേക്ക് വിളിക്കാനുള്ള മൊബൈൽ സൗകര്യങ്ങൾ അടക്കം ഒരുക്കി കൊടുക്കുന്നത് ഈ സേവകരാണ്. ഫുഡ് വിതരണം, അതുപോലെ തന്നെ ഈത്തപ്പഴ വിതരണം, വെള്ളം, ജ്യൂസ് എന്നിവ വിതരണം ചെയ്തു. ഹാജിമാർക്ക് മിക്കവാറും എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ ഐവ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. ലേഡീസ് മാത്രമുള്ള ബിൽഡിങ്ങുകളിൽ ലേഡീസിനെ ഇറക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സേവനങ്ങൾ നൽകി. അതുപോലെ തന്നെ അറഫയിലും മിനയിലും അവർക്ക് വേണ്ട എല്ലാവിധ സേവനങ്ങളും നൽകുകയുണ്ടായി. അറഫയിൽ വലിയൊരു ടാസ്ക്കായിരുന്നു. കുറേ ആളുകൾ തളർന്നു വീഴുകയും ചൂട് കാരണം തളർന്നു വീണു. അവരെയൊക്കെ ടെൻറ്റുകളിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാനും വളരെയധികം പരിശ്രമിച്ചു. എല്ലാ പരാതിയും തീർത്താണ് വളണ്ടിയർമാർ ഓരോ രാവിലും സ്വന്തം റൂമിലേക്ക് മടങ്ങുക. ഉപജീവന മാർഗം നൽകുന്ന ജോലിയും മറന്നാണ് പല പ്രവാസി കുടുംബങ്ങളും ഹാജിമാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നത്. വ്യത്യസ്ത നിറങ്ങളിലാണെങ്കിലും മക്കയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകർ ഏകോദര സഹോദരന്മാരെ പോലെ പ്രവർത്തിക്കുന്നു. മക്കയോട് യാത്ര പറയുന്ന ഓരോ ഹാജിയുടെ മനസ്സിലും ഈ വളണ്ടിയർ സംഘങ്ങൾ കൂടിയുണ്ട്.